ഉടമ്പടിയുടെ ഏറ്റവും ഇന്നുവരെ ഞാൻ കണ്ടിട്ടുള്ളത് ഉടമ്പടി ഏറ്റവും വലിയ മെൻറ്റർമാർ അമ്മമാരാണ്. അമ്മമാരുടെ ചില വിഷയങ്ങളെക്കുറിച്ച് എനിക്ക് വ്യക്തിപരമായ അവരുടെ ആധ്യാത്മികതയെക്കുറിച്ചൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഫെയ്ത്ത് പ്രൊമോട്ടേഴ്സ് എന്ന രീതിയിൽ അമ്മമാർക്ക് 60% കൂടുതൽ മാർക്കാണ് അപ്പന്മാരെക്കാൾ ഉപരി. അപ്പോൾ അമ്മ മരിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനുള്ള സാഹചര്യം മരിച്ചു എന്നതിൻ്റെ അർത്ഥം. ഒരു കുടുംബത്തിൽ അമ്മ മരിച്ചു എന്ന് പറഞ്ഞാലേ, ഇപ്പോൾ അമ്മമാർ ഗൾഫിൽ പോകണം, അമേരിക്കയിൽ പോകണം, കാനഡയിൽ പോകണം എന്നൊക്കെ പറഞ്ഞില്ലേ, അതായത് വിശ്വാസത്തിൽ അവർ ഡീപ്പോർട്ട് ചെയ്ത് പോവുകയാണ്. ഇങ്ങനെ നമ്മുടെ അമ്മ നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾക്ക് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അമ്മയാണ് നമ്മൾ പറയണത്. അങ്ങനെയല്ല മോനെ, വെയിറ്റ് അമ്മ പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെടും. എന്താ കാര്യം? നമ്മുടെ ആ ജന്മം ഉണ്ടായ കാലം മുതൽ നമ്മൾ കണ്ണ് തുറന്ന് ഇവരാണ് നമ്മുടെ അമ്മയെന്ന് കണ്ട കാലം മുതൽ നമ്മുടെ നന്മയല്ലാതെ ഒന്നും അവർ ഉദ്ദേശിച്ചിട്ടില്ല. അത് നമുക്കറിയാം. അതുകൊണ്ട് നമുക്ക് അമ്മയെ നല്ല വിശ്വാസമാണ്. അവർ നമ്മൾ കണ്ണ് തുറന്ന് കണ്ടത് മുതൽ ഇവരാണ് നമ്മുടെ അമ്മയെന്ന് നമ്മൾ മനസ്സിലാക്കിയ മുതൽ ആ ജന്മം ഇന്ന് വരെ നമ്മുടെ നന്മയല്ലാതെ ഒന്നും അവർ ഉദ്ദേശിച്ചിട്ടില്ല. അതിനു വേണ്ടി എന്ത് അറ്റം വരെ പോകാൻ അവർ തയ്യാറാണ്. അത്രയും അർപ്പിതയാണ് അവരെ. അതുകൊണ്ട് തന്നെ അമ്മമാർ, നിങ്ങൾക്കുള്ള ഡ്യൂട്ടി നിങ്ങൾ മക്കളെ വിശ്വാസത്തിൽ നിലനിർത്തുക ആണെങ്കിൽ നിങ്ങളുടെ ജന്മം സാഫല്യമായി. പക്ഷെ ചില അമ്മമാരോട് എന്താണ് അത്ര യോജിപ്പ് കുറവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിശ്വാസത്തിൽ മക്കൾ അകറ്റിക്കളയണേൽ ഇവർ തന്നെ വിലത്തരം കാണിക്കണത്. അതാണ് വിഷയം. വിശ്വാസത്തിൽ നിന്ന് ഇപ്പം ഭാര്യ വഴക്കിട്ട് പോയി. അപ്പോൾ ഉടനെ ഭർത്താവ് എന്ത് ചെയ്യും, അല്ലെങ്കിൽ മകനെന്ത് ചെയ്യും? അമ്മയോട് പറയും, അമ്മ അവൾ പോയി. അപ്പോൾ അമ്മ എന്താ പറയും? അവൾ പോണേ പോട്ടെ, ഞങ്ങൾക്ക് വേറെ പെണ്ണെ കിട്ടുമെന്ന് പറയും. ഉടനെ ഈ പിശാച് ഉടനെ അത് പറയും. അമ്മ പെട്ടെന്ന് പിശാച്ചായിട്ട് മാറും. മകനോടുള്ള താല്പര്യം കൊണ്ട് ദൈവത്തെ മറന്ന് അവർ നമുക്ക് ഡയലോഗ് പറഞ്ഞു തരും. അവൾ പോണേ പോട്ടെ, നമുക്ക് വേറെ പെണ്ണെ കിട്ടുമെന്ന് പറയും. അപ്പോഴമ്മ പറഞ്ഞില്ലേ, പിന്നെ നമുക്ക് അവൾ പോണേ പോട്ടെ. അപ്പോൾ പല കുടുംബങ്ങളും നശിപ്പിച്ചതിൽ അമ്മമാർ കൃത്യമായ പങ്കുണ്ട് അമ്മമാർക്ക്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, നിങ്ങൾ ദൈവത്തെ മറന്ന് മകനാണ് മകളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, അമ്മയാണെന്നൊരു കാര്യമില്ല. നിങ്ങൾക്കൊന്നും ദൈവത്തെ മറന്ന് സംസാരിക്കാനുള്ള അവകാശമില്ല. ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ ഉടമ്പടി ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് സംഭവിക്കും. ദൈവവും നമ്മളും തമ്മിലുള്ള ലിങ്ക് കറണ്ട് പോകണമെന്ന പോലെ പറഞ്ഞ പോലെ ഈ ഒരു ഉടമ്പടിയിലാണ് നമ്മുടെ ജീവിതം നിൽക്കുക. ഇപ്പം നിങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തില്ലെങ്കിലും നിങ്ങളുള്ള ഒരു അനോണിമസ് ഉടമ്പടി നിൽക്കുകയാണ്. ഒരു അൺനോൺ ഉടമ്പടിയിലാണ് നമ്മൾ നിൽക്കുന്നത് ദൈവമായിട്ട്. അൺനോൺ ഉടമ്പടിയെ നമ്മൾ പ്രഖ്യാപിതമായിട്ട് ഇവിടെ പ്രയോഗിക്കുക മാത്രമാണ് കൃപാസനത്തിൽ ചെയ്യണത്. അൺനോണായിട്ട് ഒരു ദൈവമായിട്ട് നമുക്കൊരു ഉടമ്പടി ഉണ്ട്. പക്ഷേ അത് ബ്രേക്കായി പോയി ചില ആൾക്കാർക്ക്. ദൈവത്തിനേക്കാൾ വലിയ പ്രാധാന്യം മക്കൾക്കോ ജോലിക്കോ വീടിനോ വിവാഹത്തിനോ പ്രണയത്തിനോ ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ ടക്കെന്ന് ഉടമ്പടി കണ്ടിച്ചു പോകും. എപ്പോഴും നമ്മൾ സംഭവിക്കും ഉടമ്പടി എപ്പോഴാണ് ഈ നമ്മൾ ദൈവമായിട്ടുള്ള എന്തുകൊണ്ട് നിങ്ങൾക്ക് തകർച്ച സംഭവിക്കണത്? അതിന് സംബന്ധിച്ച് ഈ അൺനോൺ ഉടമ്പടി, അപ്രഖ്യാപിതമായിട്ടുള്ള അനോണിമസ് ആയിട്ടുള്ളൊരു ഉടമ്പടിയുണ്ട്. അജ്ഞാതമായ ഉടമ്പടി, പെട്ടെന്ന് അത് പ്രകടമല്ലാത്തൊരു ഉടമ്പടിയുണ്ട്. ഈ പ്രകടമല്ലാത്ത ഉടമ്പടി നിങ്ങൾ ദൈവത്തിനേക്കാൾ പ്രാധാന്യം ആർക്ക് കൊടുക്കുന്നുവോ, വ്യക്തിക്ക് കൊടുക്കാം, സൗന്ദര്യത്തിന് കൊടുക്കാം. ഒരു ദിവസം ഒരു കൊച്ചിനോട് പറഞ്ഞു, നീ എന്താണ്ട് വേദപാഠത്തിന് വന്നില്ലല്ലോ? അവ പറഞ്ഞു, ഉടുപ്പില്ല. ഉടുപ്പ് അവർക്കുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവളുടെ അമ്മ അവളെ ട്രെയിൻ ചെയ്തിരിക്കുക. അവൾ 6ാം ക്ലാസ്സുകാരത്തിയാണ്. അവൾ ഒരു സുന്ദരിക്കുട്ടിയാണ്. പക്ഷേ ഞാൻ അവളുടെ വീട് വെഞ്ചരിക്കാൻ ചെന്നപ്പോൾ അവളുടെ അലമാരി തന്നെ ഏതാണ്ട് ഈ നമ്മുടെ എന്നൊക്കെ പേരൊന്നും അറിയാൻ പാടില്ല, ലിപ്സ്റ്റിക്ക് പോലെ ഉപയോഗിക്കുന്ന ഷെയ്ഡുകൾ ഇരിക്കുകയാണ്. ഷെയ്ഡുകൾ എത്രയോ ഷെയ്ഡുണ്ട്? ഒരു 10-24 ഷെയ്ഡുണ്ട്. അവരുടെ അമ്മ ബ്യൂട്ടീഷ്യൻ കോഴ്സ് നടത്തുകയൊന്നുമല്ല, അവർ സാധാരണ ഒരു ഹൗസ് വൈഫാണ്. പക്ഷേ കുഞ്ഞിൻ്റെ ഉടുപ്പിന് പറ്റുന്ന രീതിയിലുള്ള ഷെയ്ഡുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഒരു ദിവസം ഉടുപ്പിന് പറ്റിയ ഷെയ്ഡില്ല, വേദപാഠത്തിൽ പോണില്ല. അതാണ് സംഭവം. ഉടുപ്പിന് പറ്റിയ ഷെയ്ഡ് ചുണ്ടത്തേക്കാൻ ഇല്ലാന്ന് കാരണം കുഞ്ഞ് വേദപാഠത്തിൽ പോയിട്ടില്ല. ഞാനിത് കൈയോടെ പിടിച്ചു സാധനത്തിന് രണ്ടിനെ, അമ്മനെ മകളെ പിടിച്ചു. ഞാൻ അപ്പം നിങ്ങളുടെ ജീവിതം ഇവിടെ വെച്ച് പട്ടിച്ചാകണം, അവർ ചത്തു തിരികെയുള്ളൂ. കാര്യം നിങ്ങൾക്ക് എന്താ, നിങ്ങളുടെ ചുണ്ടിനേക്കാളും ഉടുപ്പിനേക്കാളും കുഞ്ഞിനേക്കാളും വലുത്, ദൈവത്തേക്കാൾ വലുത് അതാണ്. അവിടെ നമ്മൾ ദൈവവുമായിട്ടുള്ള ഉടമ്പടി ബ്രേക്കായിപ്പോയി. ഈ ഉടമ്പടി, നിലവിലിരിക്കുന്ന ഉടമ്പടി അറിയാതെ ബ്രേക്കായി പോകാതിരിക്കാൻ വേണ്ടിയാണ് ആദ്യത്തെ കവനൻ്റെ എന്താണ്, നിൻ്റെ കർത്താവായ ദൈവം ഞാനാകുന്നു, ഞാനില്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാവരുത്. മറ്റൊരു ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ്? സൗന്ദര്യമാകാം, ആരോഗ്യമാകാം, സമ്പത്താകാം, ചിലപ്പോൾ കമ്പനിയാകാം, ചിലപ്പോൾ ജോലിയാകാം, ചിലപ്പോൾ ലൈനടിച്ച് കെട്ടാൻ പോണ ഭർത്താവാകാം, ഭാര്യയാകാം, കാമുകനാകാം. ദൈവത്തെക്കാൾ പ്രാധാന്യം സ്വത്തിനോ എന്തിനു വന്നാൽ അപ്പോൾ ഈ നിലവിലുള്ള ഉടമ്പടി ബ്രേക്കാവും.
നിലവിലെ ഉടമ്പടി ബ്രേക്കായാൽ നമ്മൾ എത്ര തലകുത്തി മറിഞ്ഞാലും പിന്നെ ഗതി പിടിക്കത്തില്ല. എന്താ കാര്യം? ഈ ലോകത്ത് ഒരു കാര്യവും സ്വന്തം കഴിവിൽ വർക്കൗട്ട് ചെയ്യത്തില്ല. നമ്മുടെ ഭൂമി എപ്പോഴും ഇളകിയിരിക്കും, നമ്മുടെ ആകാശം ഇളകിയിരിക്കും, നമ്മുടെ കടൽ ഇളകിയിരിക്കും, അനിശ്ചിതമായിട്ട് ഇളകിയിരിക്കും. അപ്പോഴേ ഇളകുമെന്നുള്ള ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ഭൂമി ഇളകും. ഇപ്പം നിങ്ങളോട് ഞാൻ പറഞ്ഞു, എനിക്ക് 2-3 ഡിസീസ് ഉണ്ട്. ഇപ്പം ഇന്നലെ ഒരു സിസ്റ്റർ ഇവിടെ സാക്ഷ്യം പറയാം. എന്താ അസുഖം വെച്ച് കഴിഞ്ഞാൽ അവരുടെ കോശം തന്നെ അവിടെ പതിരയിലെ കോശത്തെ വിഴുങ്ങുന്ന ആൻറ്റിബോഡി ഡെവലപ്പ് ചെയ്യും. മസ്തീന ഗ്രേവ്സ് രക്ഷപ്പെടാൻ പാടില്ല. അവസാനം റെസ്പിറേറ്ററി പോകും, അതായത് ശ്വസിക്കാനുള്ള അത് ആ ഒരു സംഭവം വന്ന് പതിരകളുടെ കോശങ്ങളെ വിഴുങ്ങും, പതിരകളുടെ കോശങ്ങളെ ചുരുക്കും, പിന്നെ സംസാരിക്കാൻ പറ്റത്തില്ല. തൈമസ് ഇവിടെ ഇരിക്കുന്ന 2 ഗ്രന്ഥികൾ ഓപ്പറേറ്റ് ചെയ്യാൻ പറയും. ഓപ്പറേറ്റ് ചെയ്യാൻ പറയുമ്പോൾ അവർക്ക് ഭയങ്കര സങ്കടം വരും. അവിടെ ഭൂമി കുലുങ്ങുകയാണ്, അവിടെ ആകാശം കുലുങ്ങുകയാണ്, അവിടെ കടൽ ഇളകുകയാണ്. എന്താ ഡോക്ടർ പറയണത്? നിങ്ങൾക്ക് ഇനി സംസാരിക്കാൻ പറ്റത്തില്ല. ഓപ്പറേഷൻ കഴിഞ്ഞാൽ ചിലപ്പോൾ കണ്ണും തുറക്കത്തില്ല. ഓപ്പറേഷൻ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കണ്ണും തുറക്കത്തില്ല, നിങ്ങൾക്ക് സംസാരിക്കാനും പറ്റത്തില്ല. ഇത് ഡോക്ടർ നേരിട്ട് പറയുകയാണ്. പണ്ടത്തെ കാലത്ത് അല്ല, മരിക്കാൻ പോണ രോഗീൻ്റെ അവിടെ നേരെ അങ്ങോട്ട് ഡോക്ടർ പറയും. എന്നുവെച്ചാൽ നിങ്ങൾ ചാകും, അതിന് ഞാൻ ഉത്തരവാദിയല്ലെന്നാണ് പറയുന്നത്. അത് മെഡിക്കൽ ഗ്രൗണ്ടാണത്. പണ്ടിങ്ങനെ ഡോക്ടർമാർ പറയത്തില്ല, സാരമില്ല ശരിയാവും എന്നേ പറയത്തുള്ളൂ. ഇപ്പോൾ ലക്ഷങ്ങൾ മേടിച്ചാലും അവർ പറയും ശരിയാകത്തില്ലെന്ന് പറയും. അത് നിങ്ങളുടെ ആശുപത്രി ഫീസ്. പക്ഷേ ഇതുകൊണ്ട് ഇത് ശരിയാകാൻ നിർബന്ധമില്ല. അപ്പോൾ മുഖത്ത് നോക്കി പറയും. അപ്പോൾ നമുക്ക് ഉള്ള ഊര് കൂടി പോകും, നമ്മുടെ ഉള്ള ഭൂമി കൂടി ഇളകും, നമ്മുടെ കടലിളകും, നമ്മുടെ ആകാശം ഇളകും. അപ്പോൾ ഇങ്ങനെയെല്ലാം ഇളകിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ അമ്മ വന്ന്, ഈ സിസ്റ്ററിൻ്റെ അമ്മ, സിസ്റ്റർ MBBS സ്റ്റുഡൻ്റാണ് സെൻറ്റ് ജോൺ മെഡിക്കൽ കോളേജിൽ. അപ്പോൾ അവരുടെ അവസ്ഥ എന്താ? അവർക്കാണ് സെൻറ്റ് ജോൺ മെഡിക്കൽ കോളേജിൽ അൽഫോൻസ മറിയം എന്നുള്ള സിസ്റ്റർ ഇന്നലെ സാക്ഷ്യം പറഞ്ഞതാണ്. അവരുടെ അസുഖം എന്താണ്? ഇപ്പോൾ തൈമസ് ഓപ്പറേറ്റ് ചെയ്ത് കളയാൻ പോവുകയാണ്. അവർക്ക് തൈമസ് ഓപ്പറേറ്റ് ചെയ്ത് കളയണമെന്നതിന് ഒപ്പം തിയേറ്റർ വെച്ച് പറയും സംസാരിക്കാൻ പറ്റത്തില്ല, ഇനി ചിലപ്പോൾ അത് കണ്ണും തുറക്കത്തില്ല, പക്ഷേ നമുക്കിതെല്ലാം വേറെ ഓപ്ഷൻ ഇല്ലെന്ന് പറയും. വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ അവരുടെ അമ്മ പറയും. അമ്മ എന്താ പറയണത്? നമ്മൾ ഉടമ്പടി എടുത്തിട്ടുണ്ട് മകളെ എന്ന് പറയും. ഈ മെഡിക്കൽ സ്റ്റുഡൻറ്റിനോട് അവരെന്താ പറയണത്? അമ്മ എന്താ പറയണത്? നമ്മൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്, നിൻ്റെ ഊരും എൻ്റെ ആയുസ്സും ഞാൻ ഏൽപ്പിക്കേണ്ട സ്ഥലത്ത് കൃത്യം ഏൽപ്പിച്ചിട്ടുണ്ട്, എൻ്റെ മകൾ പോകുമെന്ന് പറയും. അതാണ് അമ്മ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഒരു ജീവിതമാണ് ഈ സംഭവം. ഈ ജീവിതത്തിൽ ചില സമയത്ത് പെട്ടെന്ന്, അപ്പോൾ ആ സിസ്റ്റർ പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ രോഗിയായത് കാരണം എനിക്ക് എല്ലാവരുടെയും രോഗങ്ങളെ മനസ്സിലാക്കാൻ കഴിയും. ഇതാണല്ല പ്രശ്നം. മനുഷ്യൻ കൂടുതൽ സ്വാർത്ഥനായി പോകുന്നതിൻ്റെ കാരണം മറ്റു മനുഷ്യരെ മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. ഞാൻ രോഗിയായത് കാരണം, ഇപ്പോൾ എന്നെ സംബന്ധിച്ചത് എൻ്റെ അവസ്ഥ എന്താണ്? ഞാൻ ഓരോ ക്യാൻസർ പേഷ്യൻറ്റിനെയും ഓരോ കിഡ്നി പേഷ്യൻറ്റിനെയും അവർ അൾത്താരെ വരുമ്പോൾ അവിടെ തലയെ കൈ വെച്ചിട്ട് കുറേ പ്രാർത്ഥനകളുണ്ട്. മാതാവിൻ്റെ മുഖത്ത് നോക്കി ഞാൻ പ്രാർത്ഥിക്കണം. പക്ഷേ അവരോടൊക്കെ ഞാൻ കാണിക്കുന്ന കാരുണ്യം എന്താണ്? ഞാൻ ബേസിക്കായിട്ട് പേഷ്യൻ്റ് ആയതുകൊണ്ടാണ്. ഞാൻ നല്ല ആരോഗ്യമുള്ള ജിംനേഷ്യനൊക്കെ ഉള്ള 16 കട്ടിങ്സ് ഉള്ള പാർട്ടിയാണെങ്കിൽ ചുമ്മാ ഇങ്ങനെ മസിൽ കൈ വെച്ചിട്ട് പിടിക്കത്തേ ഉള്ളൂ. കാര്യം അവരുടെ വേദന എനിക്കറിയത്തില്ലല്ലോ. വാട്ട് ദ ഫീലിംഗ് അവരുടെ ഫീലിംഗ് നമുക്കറിയത്തില്ല. അപ്പോൾ മറ്റുള്ളവരുടെ ഫീലിംഗ് അറിയിക്കുമ്പോൾ മാത്രമേ ഒരുത്തിൻ്റെ സ്വാർത്ഥത കുറഞ്ഞു വരത്തുള്ളൂ. അല്ല പ്രാണായാമ പ്രത്യാസ സമാധിയിലൂടെ അത് ഒരു മാനസികമായ ആശയപരമായ രീതിയിലുള്ള നമ്മളുടെ ഒരു എന്താണ് ജഗമിഥ്യ എന്ന് കാണിക്കുന്ന ആശയപരമായ ഒരു ജ്ഞാനമാർഗമാണത്. പക്ഷെ അനുഭവപരമായിട്ട് പ്രായോഗിക മാർഗമെന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് തന്നെ ഈ അസുഖം വന്നു കഴിയുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാകും. അത് പുരോഹിത നീ തന്നെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹെബ്രായർ 5:2 അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് പുരോഹിത നീ തന്നെ ബലഹീനനായതുകൊണ്ട് അജ്ഞരോടും വഴിതെറ്റിയവരോടും വേണ്ടത്ര സഹതാപത്തോടെ പെരുമാറാൻ അവന് കഴിയും. അപ്പൊ ഈ വേണ്ടത്ര സഹതാപത്തോടെ പെരുമാറുക ഉടമ്പടിയുടെ ഭാഗമാണത്. നമുക്ക് സഹതാപമൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങനെയല്ല.
ദൈവത്തിൻ്റെ ലെവലുണ്ട്. എന്താണ്? വേണ്ടത്ര സഹതാപം. നിങ്ങൾക്ക് ആൾക്കാരുടെ സഹതാപമുണ്ട്. നിങ്ങളുടെ അപ്പനോട്, അമ്മയോട്, നാട്ടുകാർ, നിങ്ങളുടെ ബന്ധുക്കളോടാണ് സഹതാപം ഉള്ളത്. പക്ഷേ നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത ആൾക്കാരോട് നിങ്ങൾക്ക് സഹതാപം ഉണ്ടാ? ഇല്ല. നിങ്ങൾ എന്തെങ്കിലും സംഭവിച്ചാൽ പറയും എല്ലാവർക്കും എല്ലാവരുടെയും തകർച്ച കേൾക്കാൻ ഭയങ്കര സന്തോഷമാണ്. എന്താണ്? അവന് അങ്ങനെ തന്നെ വേണം, അവന് ഇത്തിരി എടുപ്പ് കൂടുതലാണ്, അവൾക്ക് അങ്ങനെ തന്നെ വേണം. അതാണ് നമ്മുടെ മനസ്സിരിക്കണത്. നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോഴും ഒരു മനുഷ്യൻ്റെ തകർച്ച കേൾക്കുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ സന്തോഷിക്കുന്നത്? നിങ്ങൾ ലോകത്തനായതുകൊണ്ടാണ്. ഈ ലോകത്തനായി നിന്നുകൊണ്ട് ഒരിക്കലും ഉടമ്പടിയുടെ ആനുകൂല്യം കൈപ്പറ്റാൻ പാടായിരിക്കും. സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യൻ്റെ തോറ്റുപോയെന്ന്, ഒരാൾ പരീക്ഷയ്ക്ക് തോറ്റു, ആണോ തോറ്റുപോയോ, ഓ കഷ്ടമായി പോയെന്ന് പറഞ്ഞ് ഉള്ളിൽ സന്തോഷമായിരിക്കും. പിതാവ് തോറ്റല്ല, അവർക്ക് അങ്ങനെ തന്നെ വേണമെന്ന്. ഇതാണ് നമുക്ക് ഡബിൾ മൈൻഡ് ശരിക്കും പറഞ്ഞാൽ. ഈ ഡബിൾ വിഷൻ എന്ന് പറഞ്ഞ പോലെ കാപട്യത്തിന് രണ്ട് മൈൻഡുണ്ട്. ഒരു മനുഷ്യൻ തോറ്റു, അവൻ്റെ കാലൊടിഞ്ഞു, അവൻ ചില മലയാളികൾ അമേരിക്കയിൽ വണ്ടി ഇടിച്ച് മരിച്ചു. അവിടെ നമ്മൾ പത്രം വായിക്കും, മലയാളി കാനഡയിൽ വണ്ടി ഇടിച്ച് മരിച്ചു, ഓ അവർക്ക് അങ്ങനെ തന്നെ വേണം, നാട്ടിൽ നിൽക്കാൻ പറ്റാഞ്ഞിട്ടല്ലേ കെട്ടിയെടുത്ത് അങ്ങോട്ട് പോയിരിക്കണം. ഇതാണ് മനസ്സിരിപ്പ്. ഇതാണ്. അപ്പോൾ ഈ നിലവിലിരിക്കുന്ന ഉടമ്പടി ബ്രേക്കാണ്. കാര്യം ഈ ആൾ ഉടമ്പടി എടുക്കാൻ യോഗ്യനല്ല. ഇവർ കേട്ടാൽ ഇവർക്കൊരു ബന്ധവുമില്ല. കാനഡയിൽ മലയാളി വണ്ടി ഇടിച്ച് മരിച്ചു, അവർക്ക് അങ്ങനെ തന്നെ വേണം, പെരുപ്പ് വന്നിട്ടല്ല അങ്ങോട്ട് ചാടിപ്പോയിരിക്കണം, അവരെ കാര്യം ഉണ്ടായി, പിന്നീട് നാട്ടിൽ നിൽക്കാൻ പാടില്ല ഞാൻ. അപ്പോൾ ആൾ കളിക്കാൻ വേണ്ടി വലിയ വീട് വെക്കാൻ വേണ്ടി പോയിരിക്കുക. അപ്പോൾ ഇങ്ങനെ പുച്ഛം തോന്നും. ഉടനെ ജഡിക മനുഷ്യനെ പുച്ഛം തോന്നും. അതാണ് വേണ്ടത്ര. ടേക്ക് ദ ബേഡ് എടുത്ത് വചനെടുത്ത് എബ്രായർ 5:2 അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് പറഞ്ഞ് അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് അജ്ഞരോടും വഴിതെറ്റിയവരോടും വേണ്ടത്ര സഹതാപത്തോടെ പെരുമാറാൻ അവന് കഴിയും. ഒന്നുകൂടി പറഞ്ഞ ഒന്ന് വായിച്ച മോളെ. അവൻ തന്നെ ഒന്ന് പറഞ്ഞ അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് അജ്ഞരോടും വഴിതെറ്റിയവരോടും വേണ്ടത്ര സഹതാപത്തോടെ പെരുമാറാൻ അവന് കഴിയും. ഇപ്പൊ ദൈവം മനുഷ്യരെ കാണുന്ന രണ്ട് ആത്മബന്ധത്തിന് രണ്ട് ഡയമെൻഷനാണ്. ദൈവം ഒന്ന് പറയും ജ്ഞാനമുള്ളവരെന്ന് പറയും, പിന്നെ എന്താണ്? അജ്ഞരുണ്ട്, അറിയാൻ പാടില്ലാത്തവര്. ഈ അറിയാൻ പാടില്ലാത്ത വർഗത്തോട് കാണിക്കുന്ന സഹതാപമാണ് ദൈവിക സഹതാപം. അതാണ് വേണ്ടത്ര സഹതാപം എന്ന് പറയുന്നത്. കർത്താവിൻ്റെ നെഞ്ചിൽ കുത്തിയപ്പോഴേ പിതാവേ അവരോട് ക്ഷമിക്കണമേ. എന്താ കാരണം? അവർ ചെയ്യുന്ന എന്താണെന്ന് അവർക്ക് അറിയില്ല. അത് അജ്ഞരെന്ന് പറയുന്നതാണ്. കർത്താവ് അതായത് ഈ അജ്ഞര് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്. നിങ്ങൾക്ക് ആത്മബന്ധമുള്ളവരുണ്ട്, അയൽവാസികളുണ്ട്, അവരോടൊക്കെ നിങ്ങൾ ഒക്കെയാണ്. ആത്മബന്ധമുള്ളവരുണ്ട്, അയൽവാസികളുണ്ട്. പക്ഷേ ദൈവം നിങ്ങൾക്ക് സഹതാപം ഉണ്ടെന്നേ പറയത്തുള്ളൂ, പക്ഷേ വേണ്ടത്ര സഹതാപം ഉണ്ടെന്ന് പറയത്തില്ല. വേണ്ടത്ര സഹതാപം ഉണ്ടെന്ന് പറയണമെങ്കിൽ അജ്ഞരോടുകൂടി നിങ്ങൾക്ക് അതേ സഹതാപം, ആത്മബന്ധമുള്ള ആൾക്കാരോടുള്ള സഹതാപം അജ്ഞനോടുണ്ടാകണം. എന്നുവെച്ചാൽ നിങ്ങളെ അറിയാൻ പാടില്ലാത്തവർ, നിങ്ങൾക്കറിയാൻ പാടില്ലാത്തവർ, പിന്നീട് അവർ അന്യരാണ്. നിങ്ങളെ അറിയാൻ പാടില്ലാത്തവർ, പിന്നെന്താണ്? നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തവർ. അവർക്ക് ബൈബിൾ എന്താ പറയണത്? അജ്ഞര്. അജ്ഞരാരാണ്? അന്യരാണ്. അപ്പം അജ്ഞരെന്ന് പറയുന്ന അന്യരോട് വേണ്ടത്ര സഹതാപം തോന്നാൻ എന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ മനസ്സ് ഉടനെ സ്വീകരിക്കും. ക്രിസ്തുവിൻ്റെ മനസ്സ് സ്വീകരിക്കുകയാണെങ്കിൽ ബൈബിളിൻ്റെ പ്രധാനപ്പെട്ട ഉടമ്പടി ലക്ഷ്യങ്ങളൊന്നാണ് നിങ്ങൾക്ക് യേശുക്രിസ്തുവിൻ്റെ മനസ്സുണ്ടാകണമെന്ന്. ഫിലിപ്പിയർ 2:6 എടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി, ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഫിലിപ്പിയർ 2:5 യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. നിങ്ങൾ എന്ത് രൂപത്തിലായാലും ആ രൂപത്തിൽ തന്നെ കടിച്ചു കിടക്കരുതെന്ന് പറയണത് മനസ്സിലായില്ലേ? ഇതാ ക്രിസ്തുവിൻ്റെ മനോഭാവം. നിങ്ങൾ എന്ത് രൂപം, ഇപ്പം നിങ്ങൾ MSc BEd ആണ്, നിങ്ങളുടെ രൂപത്തിലാണ്. ഈ രൂപത്തിൽ ഞാൻ MSc BEd ആണെന്ന് പറഞ്ഞ് തലയിൽ കയറ്റി ഇറക്കുകയാണ്. മനസ്സിലായോ? നിങ്ങൾ IAS ആണ്, അല്ലെങ്കിൽ നിങ്ങൾ IAM ആണ്, നിങ്ങളൊരു രൂപത്തിലാണ്. ഈ രൂപത്തിനോടുള്ള കടിച്ചു തൂക്കി കിടക്കുന്നതാണ് ശരിക്കും പറഞ്ഞ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. അതാണ് ഫിലിപ്പിയർ 2:5 യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം, യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. അപ്പൊ നമ്മളിൽ ഉണ്ടാകേണ്ട മനോഭാവം എന്താണ്? യേശുക്രിസ്തുവിന്റെ മനോഭാവമാണ്. യേശുക്രിസ്തുവിന്റെ മനോഭാവം എന്താണ്? പറ.
ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും ദൈവത്തിന്റെ രൂപത്തിൽ ആയിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. സ്റ്റാറ്റസ് കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. ഇവിടുത്തെ പ്രോബ്ലം അതാണല്ല. സ്റ്റാറ്റസ് കീപ്പിംഗ് നിസ്സാര കാര്യമല്ല. ഞാൻ വലിയ ഒരു പ്രമാണിയാണ്, അല്ലെങ്കിൽ ഞാൻ ബ്രാഹ്മണരുടെ സ്റ്റാറ്റസ് ഉള്ള ആളാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ജാതി സിസ്റ്റം അനുസരിച്ച് ഈ സ്റ്റാറ്റസിലേക്ക് നമ്മൾ ആരെയും ക്ഷണിക്കത്തില്ല, തട്ടിക്കളയും. അതുകൊണ്ട് ഒരു മനുഷ്യ നിസ്സാരമല്ലേ സ്റ്റാറ്റസ് പോയത്. അപ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ഇന്നും വ്യക്തികളുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്ന സുവിശേഷ വിരുദ്ധമായ, ദൈവിക വിരുദ്ധമായ ഒരു ജാതി സവർണ ചിന്ത ഉള്ളിലുണ്ട്. ഇത് നിസ്സാരക്കാര്യമല്ല. യേശുക്രിസ്തുവിൻ്റെ മനോഭാവത്തിനെതിരാണ്. ഇതിന് ട്രീറ്റ് ചെയ്യാതെ കേരള സഭ ക്രിസ്തുവിനെ സ്വീകരിച്ചെന്ന് പറയാൻ പറ്റത്തില്ല. വ്യക്തികൾ സ്വീകരിക്കാതെ എങ്ങനെയാണ് സഭ സ്വീകരിക്കണത്? വ്യക്തികൾ സ്വീകരിക്കണമെങ്കിൽ വ്യക്തികളുടെ മനോഭാവങ്ങൾ മാറണം. എന്ത് മനോഭാവമായിരിക്കണം? യേശുക്രിസ്തുവിൻ്റെ മനോഭാവം. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം, യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. അപ്പം പരിഗണിക്കുക, സ്റ്റാറ്റസ് പരിഗണിക്കുക, അത് നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കുക. ഇതൊക്കെ ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ പ്രക്രിയയിലാണ് ഈ സ്റ്റാറ്റസൊക്കെ ഡിസ്റ്റോർട്ട് ചെയ്ത് പോകേണ്ടത്. നമ്മളിൽ ക്രിസ്തു മനുഷ്യാവതാരം ചെയ്യുന്നത് ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണ്. അത് ഘട്ടം ഘട്ടമായിട്ടാണ്. ഉടമ്പടിയുടെ ലക്ഷ്യമെന്ന് തന്നെ പറയണത് ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരമാണ് നമ്മളിലുള്ള. അതിന് ഘട്ടം ഘട്ടമായിട്ട് ഈ മനോഭാവങ്ങൾ മനുഷ്യൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതിനാണ് ഈ രോഗങ്ങളും തകർച്ചകളും ജപ്തി നടപടികളും ഒക്കെ നമ്മളെ സഹായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ പേര് ഡെൽസി, എൻ്റെ ഭർത്താവിൻ്റെ പേര് ജേക്കബ്, മകൻ റിജൻ. ഞങ്ങൾ 15-ാം തീയതിയാണ്, ഈ മാസം 15-ാം തീയതിയാണ് ഞങ്ങൾ ഇവിടെ വരുന്നത്. ഞാൻ ആദ്യമായിട്ട് പറയുകയാണ്, ഞങ്ങൾ 3 പേരും അമ്മയുടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ കർത്താവേ ഇവിടെ നിൽക്കാൻ തന്ന ഭാഗ്യം ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ്. ഇങ്ങനൊരു ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടുമെന്നല്ല, ഒരിക്കലും ഞങ്ങൾക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതല്ല. കർത്താവിനെ നേടി എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയുവാൻ പറ്റുകയുള്ളൂ. ദൈവം തന്ന ഈ വലിയ അനുഗ്രഹത്തിന് പാപിയായ ഞാൻ ഹൃദയം നിറഞ്ഞ് നന്ദിയോടെ സ്തുതിക്കുന്നു. ഇവിടെ വന്ന് ഞങ്ങൾ ഉടമ്പെടുക്കാൻ വന്നപ്പോൾ മാതാവിൻ്റെ വലിയ ഒരു കരം ഞങ്ങളുടെ മേലുണ്ടായിരുന്നു. ഒരു സിസ്റ്റർ ഓടി വന്നിട്ടും പറഞ്ഞു, എന്താ മക്കളെ? അപ്പം ഞങ്ങൾ കാര്യം പറഞ്ഞു, ഞങ്ങളിങ്ങനെ അമേരിക്കയിൽ നിന്നാണ് വരുന്നത്, ഞങ്ങൾക്കൊന്നും അറിയില്ല. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങാട് വാ. ഒരു സ്ഥലത്ത് കൊണ്ടുപോയി, അവിടെ നിന്ന് വേറെ 2-3 പേര് പറഞ്ഞു മോളെ ഇങ്ങാട് വാ. അങ്ങനെ ഓരോ സ്ഥലത്തോട്ടും ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട് കർത്താവ് ഞങ്ങളെ ശക്തീകരിച്ചു. ഞങ്ങൾ വളരെ ഭാരത്തോടുകൂടിയാണ് വന്നത്. മരിച്ചു കളയണമെന്ന് ഞാൻ പല പ്രാവശ്യം വിചാരിച്ചതാണ്. കാരണം അവിടെയാണെന്ന് പറഞ്ഞാലും ഞങ്ങൾ ഒരുപാട് വേദന തിന്നു. അതുപോലുള്ള കേസിലും രോഗത്തിലും അടിമയായിട്ടാണ് കഴിയണത്. അവസാനം എഴുതിയതാണ് ആദ്യം പറയണത്. എൻ്റെ ഭർത്താവിന് 31-ാമത്തെ ദിവസത്തിലാണ് ഞങ്ങൾ വന്നത്. പുള്ളിക്ക് ഓപ്പറേഷൻ ചെയ്തിട്ട് 31-ാമത്തെ ദിവസമാണ് ഞങ്ങൾ ഇവിടെ വന്നത്. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞ് ഞങ്ങൾ ഈ അസുഖം ക്യാൻസറാണെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഓക്കൽക്കോടിലായിരുന്നു ക്യാൻസർ വന്നത്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ചെയ്ത് 6 ആഴ്ച റേഡിയേഷൻ ചെയ്തതാണ്. വീണ്ടും അതിന് ശ്വാസം മുട്ടലും കഴിക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എമർജൻസി വിളിച്ച് ഞങ്ങൾ പെട്ടെന്ന് പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് വായയുടെ തൊണ്ട നിറഞ്ഞ് പെട്ടെന്ന് വന്നു. ഒരു മുട്ടുസൂചന അത്ര ഉണ്ടായുള്ളൂ. അതുകൊണ്ടാണ് അവർ ആദ്യം ഹീം കൊടുക്കാതിരുന്നത്. പിന്നെ പെട്ടെന്ന് ആയിരുന്നു സർജറി എല്ലാം ചെയ്തത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 7 മണിക്കൂർ കൊണ്ട് ഈ സർജറി തീരത്തുള്ളൂ, സൗണ്ട് ബോക്സ് എടുത്ത് മാറ്റണം. അപ്പോൾ ഞങ്ങൾക്കൊക്കെ വിഷമം ഓർന്നു. പിന്നെ വർത്താനം പറയാൻ പറ്റൂലല്ലോ. പുള്ളിക്കും ഭയങ്കര വിഷമമായിരുന്നു. ഏതായാലും സൗണ്ട് ബോക്സ് എടുത്തു. 10.5 മണിക്കൂർ കൊണ്ട് 13 ഡോക്ടേഴ്സാണ് ഈ സർജറി ചെയ്തത്. എന്നിട്ട് വളരെ ഭാരത്തോടും വിഷമത്തോടും ഇരുന്നു. അപ്പോഴെല്ലാം ഞങ്ങൾ കൊന്തയും ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഈ ബ്രദറും അമ്പിളി എന്ന് പറഞ്ഞ സഹോദരിയുടെ പാട്ടും പ്രാർത്ഥനയും മാത്രമായിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞു കൊടുക്കുന്നത്. കാരണം അതിലൂടെ ഞങ്ങൾക്ക് ഒരുപാട് ശക്തിയും സമാധാനവും സന്തോഷവും, അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂല, ഞങ്ങൾക്ക് ആരുമില്ല.
എൻ്റെ ഭർത്താവ് എൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതി എനിക്ക് അവിടെ ആണെന്ന് പറഞ്ഞാലും എനിക്ക് ഒന്നിനും ഒരു കഴിവില്ലാത്തവളാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ വളരെയധികം ഭാരപ്പെട്ട് അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ മുറുകെ പിടിച്ചു. ദൈവത്തിൻ്റെ ശക്തിയാൽ ഇവിടെ വന്നു, ഇവിടെ എല്ലാം തന്നു. ഞങ്ങൾക്ക് ഉടമ്പടി എടുക്കാനും എല്ലാം അച്ഛനെ കാണുവാനും എല്ലാം സാധിച്ചു. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ട്യൂബ് ഇട്ടിട്ടാണ് പോന്നേക്കണത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത്രയും വലിയ സർജറി ചെയ്തിട്ട് നിങ്ങൾ അമേരിക്ക പോകാൻ തീരുമാനിക്കൽ നടക്കാൻ പോണ കാര്യമല്ല. എൻ്റെ മോനും പറഞ്ഞു, ഞങ്ങൾ ആ പുണ്യഭൂമിയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അപ്പന് സൗഖ്യം കിട്ടും. അപ്പോൾ പറഞ്ഞു, കഴുത്തിൽ ഈ കുഴലിട്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ ശ്വാസം കിട്ടും. ഇതെടുത്ത് മാറ്റിയതുകൊണ്ട് അപ്പന് മൂക്കിൽ കൂടി ജീവിത അവസാനം വരെ ശ്വസിക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, കുഴലിട്ടാൽ പോകാൻ പറ്റുമോ എന്ന് സർജറി ചെയ്തതിന് ശേഷം ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ അതിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അച്ഛൻ്റെ പ്രസംഗവും ടോക്കവും ഒരുപാട് സാക്ഷ്യങ്ങളും കേൾക്കുമ്പോൾ ഇതിൽ വലിയ അത്ഭുതം നടക്കും എന്ന് ഞങ്ങൾക്ക് വളരെ ബോധ്യമായിരുന്നു. രാവും പകലും ഞങ്ങൾ ഭക്ഷണമൊന്നും കഴിച്ചില്ലേലും ഈ സന്തോഷം കിട്ടുന്നത് ഈ പാട്ടിലൂടെയായിരുന്നു. സമാധാനവും വചനവും പറയലും സാക്ഷ്യത്തിലൂടെയാണ് ഞങ്ങൾ ശക്തീകരിച്ചത്. എന്നിട്ട് ഞങ്ങളിവിടെ വന്നു. അപ്പോൾ പറഞ്ഞ് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ അങ്ങനെ പോവുകയാണെങ്കിൽ ഡോക്ടർ സ്റ്റാൻഡ് ബൈ ആയിട്ട് ഇന്ത്യയിലും അതുപോലെ പ്ലെയിനിലും നിർത്തിയിട്ട് വേണം. പോരാതെ നിങ്ങൾ അവിടെ അമേരിക്കയിൽ നിങ്ങളൊരു വേറെ ഒരു കവറേജ് മെഡിക്കൽ എടുത്തിട്ട് വേണം പോകാൻ. കാരണം എന്തെങ്കിലും എമർജൻസിക്ക് പെട്ടെന്ന് വന്നാൽ ഹെലികോപ്റ്റർ വഴി 2 മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ ഭർത്താവിനെ അവിടെ എത്തത്തക്ക രീതിയിൽ ആ കവറേജും എൻ്റെ മകനെടുത്തു. അങ്ങനെ ആ ഒരു അവസ്ഥയിൽ നിന്നിട്ടാണ് ഏതായാലും മാതാവിലും കർത്താവിലും ഞാൻ മുറുകെ പിടിച്ചു. ഞങ്ങളെല്ലാം തിരികെത്തിച്ച് പ്രാർത്ഥിച്ചു, ദൈവസന്നിധിയിൽ കൊടുത്തു. അപ്പോൾ ബന്ധക്കാരും ജേക്കബിൻ്റെ വീട്ടുകാരും പറഞ്ഞു, ഇത്രയും തൻ്റെ ഇടം കാണിക്കരുത്. എന്തെങ്കിലും വന്നാൽ നിൻ്റെ ഭർത്താവിനെ നീ അവിടെ അടക്കിയിട്ട് പോരുള്ളൂ. ഇങ്ങനെയുള്ള അവസ്ഥയിൽ ആരും കൊണ്ടുപോകാറില്ല. ഇവർക്ക് ആർക്കും അമേരിക്കക്കാർക്ക് ആർക്ക് പറഞ്ഞാലും വിശ്വസിക്കാൻ പറ്റില്ല. മാതാവ് എന്ന് പറയുമ്പോൾ ഇവിടെ മാതാവില്ലേ, അവിടെ മാതാവില്ലേ, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ അമേരിക്ക ഇവിടെ നാട്ടിൽ തന്നെ പോകണമെന്ന് ഞങ്ങൾ പറഞ്ഞു. അവിടെ ഭയങ്കര അത്ഭുതം നടക്കണതാണ്, ഞങ്ങൾ എന്നും കാണുന്നതാണ്. ഞങ്ങൾ പോകാൻ വിധിയുണ്ടെങ്കിൽ അവിടുത്തെ പേപ്പറും സാക്ഷ്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരാം എന്നും പറഞ്ഞ് എല്ലാ ഭാഷകളിലും അവിടെ മലയാളം പറയില്ലല്ലോ. അപ്പോൾ എല്ലാം ഈ പ്ലെയിൻ പറക്കുന്നത് 39,000 അടിക്ക് മേലെയാണ്. അപ്പം നിൻ്റെ ഭർത്താവിന് എവിടെ നിന്നാണ് ശ്വാസം കിട്ടുന്നത്? ഓക്സിജനും അതിന് പറ്റിയ എല്ലാ സാധനങ്ങളായിട്ടാണ് ഞാൻ വന്നത്. പക്ഷേ പ്ലെയിനിൽ കയറിയപ്പോൾ യാതൊരു കുഴപ്പമോ ഒന്നും ഉണ്ടായില്ല. എങ്കിലും ഭക്ഷണമെല്ലാം ഞങ്ങൾ ട്യൂബിൽ കൂടി തന്നെ കൊടുത്തോണ്ടിരുന്നു. എന്നാൽ ഇവിടെ വന്ന് കാല് കുത്തിയപ്പോൾ ഈ 4 ദിവസവും ജേക്കപ്പന് ഓരോ കടകളിലും ഭക്ഷണം ഞങ്ങൾ കഴിക്കാൻ പോകുമ്പോൾ 3 അപ്പവും 2 മുട്ടക്കറിയും വെച്ച് ഇത്രയും ദിവസം കഴിക്കാൻ സാധിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഈ വലിയ അനുഗ്രഹത്തിനായിട്ട് കോടാനുകോടി നന്ദി പറയുന്നു. ഇതിന് വലിയ അനുഗ്രഹം ഞങ്ങൾക്ക് കിട്ടാനില്ല. അമേരിക്ക ചെന്നും എനിക്ക് ഈ സാക്ഷ്യം വരണം. ഒരുപാട് പ്രാർത്ഥന ഗ്രൂപ്പിലൊക്കെ ഉള്ളതാണ്. ഒരുപാട് ആൾക്കാർ എന്നെ നിഷേധിച്ച് പറഞ്ഞതുമാണ്. അതുകൊണ്ട് പൂർണ്ണ സൗഖ്യം കിട്ടിയ നല്ല സന്തോഷത്തിലാണ് ഞാനിപ്പോഴും. അമ്മ തരികയും ചെയ്യും, ഞാൻ ചോദിച്ച് മേടിക്കുകയും ചെയ്യും. മേടിച്ചിട്ടേ പോകുള്ളൂ. 9 ദിവസത്തിനായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. കാരണം 24-ാം തീയതി ഞങ്ങൾക്ക് ഫ്ലൈറ്റ് കയറണം. എൻ്റെ വീട്ടിൽ പോലും ഒരു വീട്ടിൽ അറിഞ്ഞിട്ടില്ല. എനിക്ക് 2 അനിയത്തിമാർ, ഒരാളെ അറിയിച്ചിട്ടാണ് ഞാൻ വന്നത്. എങ്കിലും ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന വഴി ജസ്റ്റ് ഒന്ന് കണ്ട് ആ വണ്ടി തന്നെ ഇരുന്നുകൊണ്ട് ഞങ്ങൾ പോകും. ഇവിടുത്തെ ചൊവ്വാഴ്ചത്തെ ധ്യാനവും കഴിഞ്ഞ് ബുധനാഴ്ചത്തെ രാവിലെ കുർബാനയും കഴിഞ്ഞ് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദൈവം അത് നടത്തി തരും. അതിന് നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കണം. അതുപോലെ ഞാൻ വളരെ രോഗിയായിരുന്നു. ജേക്കബിന് ഈ അസുഖം വന്നതിന് ശേഷം എനിക്കും തൊണ്ടയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായി. 2 ആസ്പത്രിയിൽ കൊണ്ടുപോയപ്പോൾ പറഞ്ഞ് അത് മൂക്കിൽ കൂടി ക്യാമറ കയറ്റി അതെല്ലാം ടെസ്റ്റ് ചെയ്തു. അവർ പറഞ്ഞു എന്തോ കാണുന്നത് പോലെ കാണും. ഞാൻ പറയില്ല, ഒന്നും കാണൂല. ഞാൻ അമ്മയുടെ തൈലം എന്നും പുരട്ടിക്കൊണ്ടാണ് പോകുന്നത്. അതുകൊണ്ട് എനിക്കതൊന്നും വരാൻ പോണില്ല. അത് കഴിഞ്ഞ് പിന്നെയും പറഞ്ഞ്, അപ്പോൾ എൻ്റെ മോനും പറഞ്ഞ് അമ്മ ഇവിടുത്തെ അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നാലും ഡോക്ടർമാർ പറയണതും ബൈബിളിൽ പറയുന്നുണ്ട്, ഡോക്ടർമാർ പറയണതും കേൾക്കണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ വാ, നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ വരാം. അവിടെ ചെന്നപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ യാതൊരു കുഴപ്പമില്ല. പിന്നെയും പറഞ്ഞു 1 മാസം കഴിഞ്ഞ് ഒന്നും കൂടി ചെക്ക് ചെയ്യണമെന്ന്. അപ്പോഴത്തേക്കും ചെന്ന് നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ല. ദൈവം അങ്ങനെ അത് തന്നു. പിന്നെ അതുകൂടാതെ എൻ്റെ നെട്ടലിൻ്റെ 2 എല്ലിൻ്റെ അവിടെ ഗ്യാപ്പാണ്. അപ്പോൾ ഡിസ്ക് അകന്നിരിക്കുകയാണ്. അതുകൊണ്ട് കാല്, അപ്പോൾ 2 മുട്ടുകാലും എനിക്കില്ലാത്തതാണ്. ഓപ്പറേഷൻ ചെയ്ത് മാറ്റിയതാണ്. അപ്പോൾ നീരിറങ്ങുമായിരുന്നു, വളരെ വേദനയാണ്. അപ്പോൾ പറഞ്ഞ് നടുവിനും ഒരു സർജറി ഉണ്ടെന്ന് പറഞ്ഞ്. ആ സർജറി ചെയ്യാൻ ഞാൻ സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞ് അമ്മയുടെ തൈലം പുരട്ടിയാൽ മാറും, റിജ എന്നെ ഇങ്ങനെ കൊണ്ട് നടക്കണ്ട നീ എന്ന് പറഞ്ഞു. ഞാൻ അമ്മയുടെ തൈലം മാത്രം ഉപയോഗിച്ചുള്ളൂ, തേനും ഉപ്പും. കർത്താവിൻ്റെ കൃപയാൽ പെട്ടെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഭയങ്കര പ്രയാസവും വേദന. അപ്പം ഞാൻ ഓർത്ത് എന്നാൽ പോകാം. അപ്പോൾ ഇവർ പറഞ്ഞ് ബാത്റൂമിൽ പോലും 2 പേരും കൂടി പൊക്കെയാണ് എന്നെ കൊണ്ടുപോയത്. അത്രയും പോലും എനിക്ക് എണീക്കാൻ പറ്റിയില്ല.
അങ്ങനെ ആയിരിക്കുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നീ എന്നെ കൊണ്ട് ആശുപത്രി പോയി, എമർജൻസി കൊണ്ടുപോയി. അവർ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും എൻ്റെ അവിടെ 2 പ്രാവശ്യം ചെയ്തപ്പോഴുണ്ടായ സ്കാനിൻ്റെ അകൽച്ചയും അത് കഴിഞ്ഞ് ഇവൻ കാണിച്ചപ്പോഴത്തേക്കും അവിടെ മുഴുവനും നികന്ന് യാതൊരു കുഴപ്പമില്ല. ഇങ്ങനെ ഒരു അസുഖം ഈ സഹോദരി തന്നെയാണെന്നാണ് ഡോക്ടർ ചോദിച്ചത്. അവിടെ ഒരു കുഴപ്പമില്ല. ഞാൻ ഓടിച്ചാടി നടക്കുന്നു. ദൈവത്തിന് 1000 നന്ദി. പ്രൈസ് ദി ലോർഡ്. കർത്താവ് തന്ന ഈ അനുഗ്രഹത്തിന് നന്ദി പറയുകയാണ്. ഞാൻ എപ്പോഴും ഒരു പാട്ട് കേൾക്കുമ്പോൾ ലാസ്റ്റ് പാട്ടിൻ്റെ 4 വരി ഞങ്ങൾ പാടുവാണ്. കാരണം ഒരുപാട് ശക്തിയാണ്. അതുകൊണ്ട് പാടാൻ അറിയാവുന്നിട്ടല്ല, കർത്താവിന് മഹത്വം കൊടുക്കാനാണ്. ഇതിൽ നിന്നാണ് ഞങ്ങൾ കൂടുതൽ രക്ഷപ്പെട്ടത്. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെപ്പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമെൻ ദൈവമെന്നും. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമെൻ ദൈവമെന്നും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.